കളറിൽ എന്തെങ്കിലും പാക്ക് ഇട്ട് കൊടുത്തിട്ട് കുറേ കാലങ്ങളായി. അപ്പോൾ ഇന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ പാക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറിയുള്ളി ചേർക്കാറുണ്ട്. ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തലയിലുള്ള താരനും ആ ഒരു ചൊറിച്ചലും ഒക്കെ നല്ല രീതിയിൽ കുറയും. നല്ല എഫക്റ്റീവാണ് കേട്ടോ. പിന്നെ ആര്യവേപ്പിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചെമ്പരത്തിയുടെ ഇലയും പൂവും അതുപോലെ തുളസിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചെമ്പരത്തിയുടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല തണുപ്പ് കിട്ടുന്നതായിരിക്കും തലയിൽ. എന്നിട്ട് ഇതുപോലെ തലയോട്ടിയിലാണ് കേട്ടോ തേച്ച് പിടിപ്പിക്കുന്നത്. ഓരോ മുടി ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക് എടുത്തിട്ട് ഞാൻ നല്ല രീതിയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. മുടിയിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഇത് തേച്ച് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ തലയിൽ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ജലദോഷമൊക്കെ പിടിക്കുന്നവരാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഞാനിത് തേച്ചിട്ട് ഇങ്ങനെ നടക്കാറാണ് പതിവ്. ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിയും കുളിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി വയ്ക്കുന്നുണ്ട്. നേരെ ടെറസിലേക്കാണ് പോയത്. അവിടെയാണെങ്കിൽ കുമ്പളും വെള്ളരിയൊക്കെ പടർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളരിയിലാണെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളരിക്കൊക്കെ വിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വാർപ്പിൻ്റെ ചൂടുകൊണ്ടാണെന്ന് തോന്നുന്നു അതിങ്ങനെ കെട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇപ്പം നല്ല വെയിലാണ്, അതുകൊണ്ട് തന്നെ വാർപ്പിന് നല്ല ചൂടുണ്ട്. നമ്മൾ വൈകുന്നേരം കയറുമ്പോഴാണെങ്കിൽ നമ്മൾ കാല് പൊള്ളുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ആ ഒരു ചൂട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓലയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ എല്ലാത്തിനും വെള്ളം നനക്കാനുണ്ടായിരുന്നു. വെള്ളമൊക്കെ നനച്ച് എല്ലാം കഴിഞ്ഞ് താഴെ എത്തുമ്പോഴേക്കും ഏകദേശം ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നത്.